സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ദൈവത്തിന് സ്തോത്രം. സർവശക്തനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വന്ദനം. ദൈവത്തിന് സ്തോത്രം. അവനാണ് നമ്മെ ആശ്വസിപ്പിക്കുന്നത്, അവനാണ് നമ്മെ ബലപ്പെടുത്തുന്നത്, സഹായിക്കുന്നത്, നമ്മെ ദിനംതോറും വഴി നടത്തുന്നത് ആ ദൈവമായിരിക്കുന്നത് കൊണ്ട് കർത്താവിൽ ആശ്രയിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. എല്ലാ വിഷയത്തിലും അവനിൽ ആശ്രയിക്കുവാൻ നമുക്ക് ശീലിക്കാം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നിങ്ങൾ നന്മ പ്രാപിക്കണമെങ്കിൽ, നിങ്ങൾ സുഖമായിരിക്കണമെങ്കിൽ ഈ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് കർത്താവിൽ ആശ്രയിച്ച് അവനോട് പ്രാർത്ഥിച്ച് ആ ദൈവത്തിൻ്റെ വചനത്തെ പഠിച്ച് ധ്യാനിച്ചുകൊണ്ട് മുൻപോട്ട് പോയാൽ ഏത് അവസ്ഥയിലും നമുക്ക് സുരക്ഷിതരായിരിക്കുവാൻ കഴിയും. ആ ദൈവം നമ്മെ സഹായിക്കുവാൻ ഇടയാകും. അതുകൊണ്ടാണ് ഈ യേശുക്രിസ്തുവിൻ്റെ വചനവുമായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നത്. നിങ്ങൾ കേൾക്കുക, വിശ്വസിക്കുക, ആ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക. നിങ്ങളുടെ കരങ്ങളിൽ ബൈബിളുണ്ടോ? ബൈബിൾ എല്ലാ ദിവസവും പഠിച്ച് ധ്യാനിക്കുന്നത് ശീലമാക്കി മാറ്റുക. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 7-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കുന്നു, കേൾക്കുക. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു എന്നാണ് വായിക്കുന്നത്. 2 തരത്തിൽ ഉള്ളതായ ദുഃഖങ്ങളെക്കുറിച്ച് ഇവിടെ നാം വായിക്കുന്നു. ഒന്ന്, ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ളതായ ദുഃഖം. രണ്ടാമത്, ലോകപ്രകാരമുള്ളതായ ദുഃഖം. നാം എപ്പോഴാണ് ദുഃഖിക്കുന്നത്? കഷ്ടതയുണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, നാം ചെയ്തതായ പാപത്തിൻ്റെ പ്രതിഫലം വരുമ്പോൾ, നാം ഒറ്റപ്പെടുമ്പോൾ, സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ, നാം നിന്ദിക്കപ്പെടുന്നതായ സമയത്ത് നാം ദുഃഖിക്കാറുണ്ടല്ലോ. ഇത് സർവ്വസാധാരണമാണ്. എല്ലാ മനുഷ്യരും അവരുടെ ജീവിതത്തിൽ കഷ്ടതകൾ കടന്നു വരുമ്പോൾ, നിന്ദകൾ വരുമ്പോൾ, അതുപോലെ പാപത്തിൻ്റെ ഫലമായി വരുന്നതായ കഷ്ടതകൾ ഉണ്ടാകുമ്പോൾ അത് സഹിക്കാതെ കണ്ണുനീരൊഴുക്കാറുണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കണ്ണുനീരൊഴുക്കാറുണ്ട്. ഇതാണ് ലോകപ്രകാരമുള്ളതായ ദുഃഖം. അതുപോലെ തന്നെ ലോകത്ത് എനിക്ക് അതില്ല, ഇതില്ല എന്നൊക്കെ ചിന്തിച്ച് ആലോചിച്ചുകൊണ്ട് ആകുലപ്പെട്ടുകൊണ്ട് പലപ്പോഴും ദുഃഖിച്ചിരിക്കുന്നത് കാണാം. എനിക്ക് നല്ല വീടില്ല, എനിക്കൊരു കാറില്ല, എനിക്ക് ജോലിയില്ല, കല്യാണം കഴിഞ്ഞില്ല എന്ന് ആളുകൾ ആകുലപ്പെട്ടുകൊണ്ട് ഭാരപ്പെട്ട് കണ്ണുനീരൊഴുക്കുന്നത് സാധാരണമാണ്. ഇഷ്ടമുള്ളതുപോലെ കടം വരുത്തി വച്ചിട്ട് ആ കടം ഏറി വരുമ്പോൾ, പലിശ കൂടി വരുമ്പോൾ അവസാനം അത് കെട്ടുവാൻ കഴിയാതെ അയ്യോ ഞാൻ കടബാധ്യതയിൽ അകപ്പെട്ടുപോയി എന്ന് പറഞ്ഞിരുന്ന് കരയുന്ന ആളുകളുണ്ട്. നോക്കുക, കൈകൾ പൊള്ളിയതിന് ശേഷം മരുന്നന്വേഷിച്ചു പോകുന്നത് പോലെ നമ്മൾ ആ കടം വരുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ജീവിതത്തിൽ ക്രമമായിട്ട് ജീവിക്കുകയാണെങ്കിൽ, ചിട്ടയോടെ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നാം ദുഃഖത്തിൽപ്പെടേണ്ടതായ കാര്യങ്ങൾ വരില്ല. തെറ്റ് ചെയ്ത വ്യക്തി തീർച്ചയായിട്ടും പശ്ചാത്തപിക്കേണ്ടതാണ്. എന്നാൽ ആ പശ്ചാത്താപം ലോകപ്രകാരമുള്ളതായ പശ്ചാത്താപമായി ദുഃഖമായിട്ടുണ്ടെങ്കിൽ അത് മരണത്തെ ഉളവാക്കുന്നു. ഇന്ന് അനേകം ആളുകൾ അവർ ചെയ്തു കൂട്ടിയ തെറ്റുകൾ സഹിക്കുവാൻ കഴിയാതെ, അതിൻ്റെ പരിണത ഫലം അനുഭവിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്ന അനേകം ആളുകളുണ്ടല്ലോ. കടബാധ്യത വരുത്തിവെച്ചിട്ട് അവസാനം അത് കൊടുക്കുവാൻ കഴിയാതെ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്ന അനേകം ആളുകൾ ഉണ്ട്. ചെയ്ത തെറ്റിൻ്റെ കുറ്റബോധത്തെ നേരിടാൻ കഴിയാതെ താൻ ചെയ്തത് തെറ്റാണ് 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 എന്നുള്ള ബോധം തൻ്റെ ജീവിതത്തിൽ വളരെ ദുഃഖമുണ്ടാക്കിയിട്ട് അവസാനം മരിക്കുന്നതായ ആളുകൾ. ലോകപ്രകാരമായുള്ള ദുഃഖം നമുക്ക് മരണത്തെയാണ് ജീവിതത്തിൽ ശേഷിപ്പിക്കുന്നത്. ലോകപ്രകാരമുള്ള വേദനകളിൽ നാം ദുഃഖിക്കേണ്ടതാണ്. എന്നാൽ അത് ഒരു രീതിയിലുള്ളതായ നിരാശയിലോ ഒരു രീതിയിലുള്ളതായ തളർച്ചയിലോ അകപ്പെട്ടുകൊണ്ട് താൻ തെറ്റു ചെയ്തു എന്നുള്ള ആ വിചാരം കൊണ്ട്, ആ വിഷമം കൊണ്ട്
തൻ്റെ ജീവിതത്തിൽ നിരാശ കടന്നു വരുന്നു. താൻ ചെയ്ത് തെറ്റാണ് തെറ്റാണ് എന്ന് പറഞ്ഞ് ദുഃഖിക്കുന്നത്. അതുപോലെ ഇതിൽ നിന്ന് എനിക്കൊരു വിടുതലില്ല എന്ന് ചിന്തിച്ച് ദുഃഖിക്കുന്നത് സാധാരണമാണ്. എന്നാൽ രണ്ടാമത് മറ്റൊരു ദുഃഖമുണ്ട്. അത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ദുഃഖമാണ്. അത് ദൈവത്താൽ നമുക്ക് വരുന്നതായിട്ട് ഉള്ള ദുഃഖമാണ്. ഞാൻ ചെയ്ത തെറ്റിന്റെ കാരണക്കാരൻ ഞാൻ തന്നെയാണ് എന്ന് സമ്മതിക്കുന്ന ഒരു ദുഃഖമാണ്. ഞാൻ ചെയ്ത തെറ്റ് കാരണമാണ് ഈ രീതിയിൽ ഞാൻ ആയിരിക്കുന്നത് എന്ന് പശ്ചാത്തപിക്കുന്നതായ ദുഃഖമാണ്. അതിനോടുകൂടി ദൈവമുണ്ട്. എൻ്റെ കർത്താവ് എന്നോട് ക്ഷമിക്കാനിടയാകും, എൻ്റെ കർത്താവ് ഒരു പുതിയ ജീവിതം എനിക്ക് നൽകാനിടയാകും എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് എൻ്റെ തെറ്റുകൾക്ക് ദൈവം എനിക്ക് ക്ഷമ നൽകുമെന്ന പ്രത്യാശയോടെ ദുഃഖിക്കുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നാം മറുതലിക്കുമ്പോൾ ഒരുപക്ഷെ പിതാവ് നിന്നെ തല്ലിയെന്നിരിക്കട്ടെ, വഴക്ക് പറഞ്ഞിരിക്കട്ടെ, നീ അപ്പോൾ കരയാനിടയാകും. അപ്പൻ എന്നെ അടിച്ചു എന്ന് പറഞ്ഞിട്ട് കരയും. അത് ലോകപ്രകാരമായുള്ള ദുഃഖമാണ്. അല്ലെങ്കിൽ അയ്യോ, എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നതായി എൻ്റെ പിതാവ് എന്നോട് ദേഷ്യപ്പെടുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ എന്നെ അടിക്കുവാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചല്ലോ, ഞാൻ കാരണമാണല്ലോ എൻ്റെ പിതാവ് ഇത്രത്തോളം കോപിക്കുകയും എന്നെ ഉപദ്രവിക്കുകയും ചെയ്തതെന്ന് പറഞ്ഞ് പശ്ചാത്തപിക്കുന്നത് ദൈവഹിതപ്രകാരമുള്ള ദുഃഖം. ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായോ? നല്ലവണ്ണം മനസ്സിലായോ? ഒരു ദുഃഖം നമുക്കുണ്ടായിരിക്കുമ്പോൾ ആ വേദനയെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ദുഃഖിക്കാതെ, ഈ ശിക്ഷ എനിക്ക് വരുവാൻ ഞാനാണല്ലോ കാരണക്കാരൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പശ്ചാത്തപിക്കുന്നതാണ് ദൈവഹിതപ്രകാരമായുള്ള ദുഃഖം. ഇനിയും നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ, യേശുവിന് 12 ശിഷ്യന്മാരുണ്ട്. അവരിൽ പ്രധാനപ്പെട്ട 2 പേരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഏതു കാര്യത്തിനും മുൻപിൽ നിൽക്കുകയും എല്ലാത്തിനും മറുപടി പറയുകയും ഇടപെടുകയും ചെയ്തിരുന്നതായ ഒരു ശിഷ്യനാണ് പത്രോസ് എന്ന ശിഷ്യൻ. അതുപോലെ തന്നെ പണസഞ്ചി കയ്യിൽ വെച്ച് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ഒരു ശിഷ്യൻ ആയിരുന്നു യൂദാ ഇസ്കരിയോത്ത് എന്ന ശിഷ്യൻ. എന്നാൽ ഇവർ 2 പേരും അവസാന സമയത്ത് തെറ്റിപ്പോകുവാൻ ഇടയായി. യേശു പറഞ്ഞു, പിശാച് നിന്നെ പാറ്റിക്കളയുവാൻ വേണ്ടി ചിന്തിച്ചു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഞാൻ ഒരിക്കലും നിന്നെ വിട്ടിട്ട് പോകുകയില്ല, ഏതു സാഹചര്യത്തിലും നിന്നോട് കൂടെ നിൽക്കും, നിനക്ക് വേണ്ടി മരിക്കുവാനും എന്തു കഷ്ടത അനുഭവിക്കാനും ഒരുക്കമാണ്. കർത്താവ് പറഞ്ഞു, ഇന്ന് കോഴി കൂവും മുമ്പ് നീ 3 തവണ എന്നെ തള്ളിപ്പറയും എന്ന് കർത്താവ് മുൻകൂട്ടി ഇവിടെ പറയുകയാണ്. പത്രോസ് പറഞ്ഞു, ഇവരെല്ലാവരും നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന്, നിനക്ക് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. എന്നാൽ പത്രോസിനോട് ഒരു കൊച്ചു പെൺകുട്ടി വന്നിട്ട്, നീ യേശുവിന്റെ കൂടെ ഉള്ളവനല്ലോ എന്ന് ചോദിച്ചപ്പോൾ അല്ല എന്ന് പറഞ്ഞു. യേശുവിനെ അറിയില്ല എന്ന് പറഞ്ഞു. മറ്റൊരാൾ കൂടി വന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ, നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. വീണ്ടും ഒരാൾ കൂടി വന്ന് ചോദിച്ചപ്പോൾ അവൻ ആണയിടാൻ തുടങ്ങി. ഈ സമയത്ത് കോഴി കൂകി. അപ്പോൾ അവന് മനസ്സിലായി, താൻ എത്ര വേഗത്തിലാണ് കർത്താവിനെ അറിയില്ല എന്ന് 3 തവണ തള്ളിപ്പറഞ്ഞത്. 3 തവണ കർത്താവിനെ അറിയില്ല എന്ന് തള്ളിപ്പറഞ്ഞു. യൂദാ ഇസ്കരിയോത്ത് എന്താണ് ചെയ്തത്? നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ എല്ലാവരും ഞാനാണോ ഞാനാണോ എന്ന് ചോദിച്ചു. യൂദായും അങ്ങനെ തന്നെ ചോദിച്ചു. അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞു. എന്നാൽ യൂദാ സത്യാവസ്ഥ യേശുവിനോട് പറഞ്ഞില്ല. അവൻ വിരുന്നിൽ നിന്നും എഴുന്നേറ്റ് പോയി അന്നുണ്ടായിരുന്ന ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും അടുത്ത് പോയി 30 വെള്ളിക്കാശ് വാങ്ങുവാനിടയായി. അന്ന് അർദ്ധരാത്രിയിൽ ഗത്സമന തോട്ടത്തിൽ വെച്ച് കർത്താവിനെ കണ്ട് ചുംബിച്ച് ഒറ്റിക്കൊടുത്തു. 30 വെള്ളിക്കാശിന് കർത്താവിനെ ഒറ്റിക്കൊടുത്തു. അവനും തെറ്റു ചെയ്തു. യൂദാ ഇസ്കരിയോത്ത് 30 വെള്ളിക്കാശിന് കർത്താവിനെ ഒറ്റിക്കൊടുത്തപ്പോൾ പത്രോസ് 3 തവണ കർത്താവിനെ അറിയില്ല എന്ന് തള്ളിപ്പറഞ്ഞു. യൂദാ കർത്താവിനെ ഒറ്റിക്കൊടുത്തതായ വിഷയം കർത്താവിനും ആ പരീശന്മാർക്കുമല്ലാതെ ആർക്കും തന്നെ അറിയുകയില്ല. എന്നാൽ പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞത് എല്ലാവരുടെയും മുൻപിൽ വെച്ച് പരസ്യമായിട്ടായിരുന്നു. 2 പേരും ചെയ്തത് തെറ്റാണ്, ശരിയല്ലേ? കർത്താവിനെ സ്നേഹിക്കുന്നുവെന്നും പ്രാണൻ കൊടുക്കാമെന്നും പറഞ്ഞതായ വ്യക്തി, കർത്താവിന്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവൻ കർത്താവിനെ അറിയില്ല എന്ന് പറയുന്നത് ഭയങ്കരമല്ലേ? കർത്താവിനോട് കൂടെയിരുന്നവൻ കർത്താവ് ശാസിച്ചപ്പോൾ അവിടെ നിന്ന് കടന്നുപോയി അവനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തത് തെറ്റല്ലേ? 2 പേരും തെറ്റാണ് ചെയ്തത്. എന്നാൽ യൂദാ ഇസ്കരിയോത്തും ദുഃഖിക്കുവാനിടയായി. നോക്കൂ, മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ, അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്നു അവനെ കാണിച്ചു കൊടുത്ത യൂദാ കണ്ട് അനുതപിച്ചു.
ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടക്കിക്കൊണ്ടുവന്നു. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. എന്താണ്? കർത്താവിന് ശിക്ഷ വിധിച്ചിരിക്കുന്നു എന്നറിഞ്ഞതായ യൂദാ ഇസ്കരിയോത്ത് ദുഃഖിച്ചു, പശ്ചാത്തപിച്ചു. താൻ വാങ്ങിക്കൊണ്ടുവന്നതായ 30 വെള്ളിക്കാശ് തിരികെ കൊണ്ടു കൊടുത്തു. ഏറ്റുപറഞ്ഞു, ദുഃഖിച്ചു, 30 വെള്ളിക്കാശ് തിരികെ കൊടുത്തു. അവർ അത് വാങ്ങിയില്ല. അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞു കളഞ്ഞിട്ട് പോയി കെട്ടി ഞാന്നു ചത്തു. ഞാൻ ചെയ്ത തെറ്റ്, അതിന് യാതൊരു ക്ഷമയും കിട്ടുകയില്ല. അത്രത്തോളം വലിയ പാപമാണ് ചെയ്തത്. എന്റെ രക്ഷകനെ, എന്റെ കർത്താവിനെ ഞാൻ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കുവാനിടയായി മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. അവനെ ക്രൂശിക്കുവാൻ ഞാൻ ഒറ്റിക്കൊടുത്തു. ഞാൻ തന്നെയാണ് അവന്റെ ശിക്ഷയ്ക്ക് കാരണമായി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോയി ദുഃഖത്തോടെ പോയി കെട്ടിഞ്ഞാന്ന് ചാകാനിടയായി. എന്താണ്? താൻ ചെയ്തത് ദ്രോഹമാണെന്ന് മനസ്സിലാക്കിയതായ യൂദാ പശ്ചാത്തപിച്ചിട്ട് താൻ വാങ്ങിയ വെള്ളി നാണയങ്ങൾ എറിഞ്ഞു കളഞ്ഞിട്ട് കർത്താവിന്റെ അടുക്കൽ പോയിരുന്നുവെങ്കിൽ, ആ സമയത്ത് ക്രൂശിൽ കിടക്കുന്നതായ യേശുവിന്റെ പാദത്തിൽ പിടിച്ചിരുന്നുവെങ്കിൽ, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് കണ്ണുനീർ ഒഴുക്കിയിരുന്നുവെങ്കിൽ എന്തു പറയുമായിരുന്നു? നിന്നോട് ക്ഷമിക്കില്ല, നീ പോകൂ എന്ന് പറയുമായിരുന്നു. അവന്റെ അടുക്കൽ ക്രൂശിൽ കിടന്നതായ ആ കുറ്റവാളി, അവനെ യേശുവിനെ അറിയുകയില്ലായിരുന്നു. യേശുവിനെ അതിനു മുമ്പ് അവൻ കണ്ടിട്ടില്ല, യേശുവുമായിട്ട് സംസാരിച്ചിട്ടില്ല. അങ്ങനെയുള്ളതായ ഒരു കുറ്റവാളി, അങ്ങനെയുള്ളതായ ഒരു കൊലപാതകനെ കർത്താവ് നീ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ, നീ എന്നോടുകൂടി ഇന്ന് പറുദീസയിൽ ഇരിക്കുമെന്ന് പറഞ്ഞതായ കർത്താവ് 3.5 വർഷക്കാലം തന്നോടുകൂടെ നടന്നതായ, താൻ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്തതായ യൂദാ ഇസ്കരിയോത്താവ് തന്റെ തെറ്റ് ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ചിരുന്നുവെങ്കിൽ ക്ഷമിക്കില്ലായിരുന്നോ? തീർച്ചയായിട്ടും ക്ഷമിക്കുമായിരുന്നു. അയാൾ കുറ്റം ചെയ്തത് ദൈവത്തിന് എതിരായിട്ടാണ് ചെയ്തത്. യേശു കർത്താവിന് നേരെയാണ് ചെയ്തത്. അവന്റെ അടുക്കൽ ചെന്നിട്ട് ക്ഷമയാചിക്കാൻ മുതിരാതെ, എന്റെ പാപത്തിന് ക്ഷമ ലഭിക്കുകയില്ല, ഞാൻ വലിയ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്, ഞാൻ കർത്താവിനെ ക്രൂശിങ്കൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ പാടില്ലായിരുന്നു, എന്നോട് തന്നെ എനിക്ക് വെറുപ്പാണ് തോന്നുന്നത്, എന്നോട് ആർക്കും ക്ഷമിക്കുവാൻ കഴിയുകയില്ല, എന്റെ വിധിയാണിത്, എന്റെ അവസ്ഥ ഇതാണ് എന്ന് പറഞ്ഞ് പ്രത്യാശയില്ലാതെ പശ്ചാത്തപിച്ചു. എന്നാൽ ദൈവഹിതപ്രകാരം പശ്ചാത്തപിക്കാതെ അവൻ വളരെ ദുഃഖിതനായിട്ട് നിരാശപ്പെട്ട് ചെന്ന് തൂങ്ങി മരിക്കുവാനിടയായി. എത്രയോ ആളുകളുണ്ട് ഇന്ന് തങ്ങൾ തെറ്റു ചെയ്തതിനു ശേഷം, തങ്ങളുടെ സ്ഥിതി മനസ്സിലാക്കിയതിനു ശേഷം ആ തെറ്റ് തങ്ങളെ പിന്തുടരുമ്പോൾ, ദുഃഖം വേട്ടയാടുമ്പോൾ, അപമാനിക്കപ്പെടുമ്പോൾ, ആ തെറ്റിന്റെ ശിക്ഷ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അതെല്ലാം ഏറ്റുപറഞ്ഞിട്ട് പുതിയൊരു ജീവിതം നയിക്കേണ്ടതിന് പകരമായി അവരുടെ ജീവിതത്തെ അവസാനിപ്പിച്ചു കളയുവാൻ ശ്രമിക്കുന്നു. നിങ്ങൾ അങ്ങനെ പരിശ്രമം നടത്തുന്നുണ്ടോ? യേശുക്രിസ്തുവിന് ക്ഷമിക്കുവാൻ കഴിയാത്തതായ, യേശു കർത്താവിന്റെ അരികിൽ ഏറ്റുപറയുമ്പോൾ അവനെ ക്ഷമിക്കുവാൻ കഴിയാത്തതായ ഒരു പാപവും ഈ ലോകത്തിലില്ല. നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അവനോട് ക്ഷമയാചിക്കുകയാണെങ്കിൽ അവൻ നിങ്ങളോട് ക്ഷമിക്കാനിടയാകും. ഇവിടെ പത്രോസ് എന്താണ് ചെയ്തത്? യേശുവിനെ അറിയില്ല എന്നും യേശു ആരാണെന്ന് എനിക്കറിയില്ല എന്നും ഞാൻ അവനോടൊപ്പം അല്ലായിരുന്നുവെന്നും പറഞ്ഞുകൊണ്ട് യേശുവിനെ തള്ളിപ്പറയുവാനിടയായി. 1 അല്ല 3 വട്ടം തള്ളിപ്പറഞ്ഞു. എല്ലാവരുടെയും മുൻപിൽ തള്ളിപ്പറഞ്ഞു. കോഴി കൊക്കരോക്കോ എന്ന് കൂകിയപ്പോൾ യേശുക്രിസ്തു പത്രോസിനെ നോക്കി. നോക്കാം, ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 61-ാമത്തെ വാക്യം. അപ്പോൾ കർത്താവ് തിരിഞ്ഞു പത്രോസിനെ ഒന്ന് നോക്കി, ഇന്ന് കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്നു കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു. ആ സമയത്ത് കർത്താവ് പത്രോസിനെ നോക്കിയപ്പോൾ പത്രോസ് അവിടെ നിന്നും ഓടിപ്പോയി. പത്രോസ് പോയി ഒളിച്ചിരുന്നു എന്നു കാണാൻ കഴിയില്ല. യേശു പത്രോസിനെ നോക്കി, ശാസിച്ചില്ല, വഴക്ക് പറഞ്ഞില്ല, നീ എന്താണ് ഈ കാട്ടിയതെന്ന് ചോദിച്ചില്ല. എന്നാൽ അവന്റെ നോട്ടത്തിലുള്ളതായ ആ കരുണ, ആ സ്നേഹം, ഇത്രയുള്ളോ പത്രോസേ നിന്റെ സ്നേഹം? പത്രോസേ, നിനക്കിപ്പോൾ മനസ്സിലായോ നീ പറഞ്ഞ കാര്യം എന്ന രീതിയിൽ പത്രോസിനോട് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ പത്രോസ് ഓർമ്മിച്ചു. യേശു പത്രോസിനെ നോക്കിയപ്പോൾ കോഴി കൂകും മുമ്പ് നീ എന്നെ 3 വട്ടം തള്ളിപ്പറയുമെന്ന വാക്ക് ഓർത്തുകൊണ്ട് ചെന്ന് തൂങ്ങിച്ചത്തു എന്ന് കാണുന്നില്ല. അവിടെ നിന്ന് ഒളിച്ചു പോകുവാൻ വേണ്ടി ശ്രമിച്ചില്ല.
എത്ര നീചമായ കാര്യമാണ് ഞാൻ ചെയ്തത്. കർത്താവിനെ ഒരിക്കലും ഇങ്ങനെ തള്ളിപ്പറയുവാൻ പാടില്ലായിരുന്നു. കർത്താവിനെ ഞാൻ എത്രത്തോളം സ്നേഹിച്ച വ്യക്തിയാണ്, എനിക്കിത് സഹിക്കുവാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോയി മരിക്കാൻ ശ്രമിച്ചില്ല. പിന്നെന്താണ് ചെയ്തത്? പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. ദുഃഖത്തോടുകൂടി, പശ്ചാത്താപത്തോടുകൂടി കരഞ്ഞു. ഇത് ദൈവഹിതപ്രകാരമുള്ളതായ ദുഃഖമാണ്. തൻ്റെ ലംഘനങ്ങളെ ഏറ്റുപറയുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് ക്ഷമ ലഭിക്കുവാൻ ഇടയാകും. തൻ്റെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. പത്രോസ് ദൈവത്തിൻ്റെ ഹിതപ്രകാരം അവൻ ദുഃഖത്തോടുകൂടി വെളിയിൽ പോയി കരഞ്ഞു, പശ്ചാത്താപത്തോടുകൂടി കരഞ്ഞു. കർത്താവേ, ഞാനൊരു ദ്രോഹിയാണ്, ഞാൻ അഹങ്കാരിയാണ്, അവിശ്വസ്തനാണ്, അവിവേകിയാണ്. അങ്ങയുടെ വാക്കുകളെ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങ് പറഞ്ഞതിനെ എനിക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. എൻ്റെ അവിശ്വസ്തത നിമിത്തമാണ് അങ്ങയെ തള്ളിപ്പറയുവാൻ ഇടയായത്. എന്നോട് ക്ഷമിക്കണമേ. അങ്ങയുടെ സാക്ഷിയായിട്ട് ഞാൻ ജീവിച്ചുകൊള്ളാം. കർത്താവ് അത് കേട്ടു അവനോട് മനസ്സലിയാനിടയായി. അതുകൊണ്ട് പത്രോസിന് ക്ഷമ ലഭിച്ചു. 3-ാം ദിവസം കർത്താവ് ഉയർത്ത് എഴുന്നേറ്റപ്പോൾ ബാക്കിയുള്ളവരെല്ലാം കല്ലറയിൽ പോകുവാനിടയായി. പത്രോസ് ഭയത്തോടെ ഇരിക്കുകയായിരുന്നു. എങ്കിലും മഗ്ദലക്കാരത്തിയായ മറിയ പറഞ്ഞ വാക്ക് കേട്ടിട്ട് കല്ലറയിലേക്ക് പോയി. കല്ലറ ശൂന്യമായി കിടക്കുന്നു. യേശുവിനെ അവിടെ കണ്ടില്ല. വീണ്ടും തിരികെ വന്ന് മുറിയിൽ കയറി ശിഷ്യന്മാരോടൊപ്പം ഇരുന്നു. വാതിൽ അടഞ്ഞുകിടക്കുമ്പോൾ കർത്താവ് അകത്തേക്ക് വന്നു. എന്നാൽ പത്രോസിനെ ശാസിച്ചില്ല, പത്രോസിനെ കുറ്റം പറഞ്ഞില്ല. അവരുടെ മേൽ ഊതിയിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കൂ എന്ന് പറഞ്ഞു. എത്രയോ സ്നേഹമുള്ളവനാണ് നമ്മുടെ കർത്താവ്. ഒരിക്കൽ നമ്മുടെ പാപങ്ങളെ അവൻ ക്ഷമിച്ചാൽ പിന്നെ അതൊരിക്കലും ഓർക്കുകയേയില്ല. ഞാൻ എൻ്റെ ഹിതപ്രകാരം നിന്റെ പാപങ്ങളെ തുടച്ചു മാറ്റുകയാണ്, ഇനി ഒരിക്കലും അവയെ ഓർക്കുകയുമില്ല എന്ന് കർത്താവ് പറഞ്ഞു. നമ്മുടെ പാപങ്ങളെ അവൻ ക്രൂശിൽ വഹിച്ചതുകൊണ്ട് ഇന്നും നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ ആ കർത്താവായ യേശു ക്രിസ്തുവിന് അധികാരമുണ്ട്. നീ എത്ര ദ്രോഹിയാണെങ്കിലും, എത്രയോ വലിയ പാപങ്ങൾ ചെയ്ത് കർത്താവിനെ മുഷിപ്പിച്ചവനാണെങ്കിലും, അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും, നീ പശ്ചാത്താപത്തോടുകൂടി കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന് പരിശുദ്ധാത്മാവ് നിനക്ക് പ്രബോധിപ്പിച്ചു തരുമ്പോൾ, നീ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെടുമ്പോൾ അവൻ നിന്റെ ജീവിതത്തിൽ വലിയ രക്ഷ നൽകുവാൻ ഇടയാകുന്നു. പ്രിയ സഹോദര സഹോദരി, യേശുവിനെ അറിയില്ല എന്ന് തള്ളിപ്പറഞ്ഞോ? യേശുവിനെ ഒറ്റിക്കൊടുത്തിട്ടുണ്ടോ? ഇന്നുള്ള അനേകം ആളുകൾ കള്ളം പറയുന്നത് മൂലം, കള്ള ഒപ്പ് ഇടുന്നതുകൊണ്ട്, അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടുന്നതുകൊണ്ട്, യേശുവിൻ്റെ വിശ്വസ്ത സാക്ഷിയായി ജീവിക്കാത്തത് കൊണ്ട് എത്രയോ ആളുകൾ ഇന്ന് യേശുവിനെ ദുഃഖിപ്പിക്കുന്നുണ്ട്. യേശുവിനെ ദുഃഖിപ്പിച്ച ശേഷം ചില ആളുകൾ പശ്ചാത്തപിക്കുന്നു, മറ്റു ചിലർ അതിൻ്റെ പരിണത ഫലത്തെ അനുഭവിക്കുന്നു. ചില സമയത്ത് നിരാശപ്പെടുന്നു. അങ്ങനെ ഭാരപ്പെടേണ്ട. നിങ്ങളുടെ തെറ്റുകളെക്കുറിച്ച് പശ്ചാത്തപിച്ചാൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരിക. തൂങ്ങി മരിക്കേണ്ടതായ കാര്യമില്ല, എവിടെയും പോകേണ്ട കാര്യമില്ല. വീണ്ടും നിങ്ങളുടെ മനസ്സിനെ മരവിപ്പിക്കുന്നതിന് വേണ്ടി മദ്യപിക്കേണ്ട കാര്യമില്ല, ലഹരി ഉപയോഗിക്കേണ്ടതായ കാര്യമില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ വന്നുകൊണ്ട് പശ്ചാത്തപിച്ചാൽ, കർത്താവിലേക്ക് നോക്കിയാൽ അവൻ ഇരുകരങ്ങളും നീട്ടിക്കൊണ്ട് നിന്നെ ആശ്വസിപ്പിക്കാൻ ഒരുങ്ങി നിൽക്കുന്നു. മത്സരമുള്ള ജനത്തിങ്കിലേക്ക് ഞാൻ ഇടവിടാതെ കരം നീട്ടുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു. ഈ സമയത്ത് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട നീ, രക്ഷ പ്രാപിച്ചെടുത്തതായ നീ, കർത്താവിൻ്റെ സാക്ഷിയായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന നീ കർത്താവിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ? കർത്താവിനെ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ ലോകത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അത് നേടിയെടുക്കുവാൻ കർത്താവിനെ അറിയില്ല, അവൻ്റെ സാക്ഷിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? പശ്ചാത്തപിക്കുക. നീ ചെയ്തതായ തെറ്റുകളെ ഏറ്റുപറയുക. കർത്താവിലേക്ക് വരിക. അവൻ നിന്നോട് ക്ഷമിക്കും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. അന്ന് യൂദാ ഇസ്കറിയോത്തും കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് പശ്ചാത്തപിച്ചിരുന്നുവെങ്കിൽ കർത്താവിനോട് ക്ഷമിക്കുമായിരുന്നു. അവനും നല്ലൊരു ശിഷ്യനായി മാറുമായിരുന്നു. അതെ, കർത്താവ് അവനെ തിരഞ്ഞെടുത്തതാണ്. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് പ്രഭാതത്തിൽ അനേകം ആളുകൾ ശിഷ്യരാകാൻ വേണ്ടി അവിടെ കടന്നു വന്നു. എന്നാൽ 12 പേരെ മാത്രമാണ് കർത്താവ് തിരഞ്ഞെടുക്കുവാനിടയായത്. അവരിൽ ഒരാളായിരുന്നു യൂദാ ഇസ്കറിയോത്ത്. എല്ലാവരുടെയും പേരുകളും നമ്മൾക്ക് അവിടെ കാണാൻ കഴിയും. പ്രതിസന്ധികൾ ആരിൽ കൂടി വരികയാണോ അവർക്ക് അയ്യോ കഷ്ടമെന്നാണ് പറയുന്നത്. അവിടെ യൂദാ ഇസ്കറിയോത്ത് ഏൽപ്പിക്കപ്പെട്ട് കൊടുക്കേണ്ടതാണെന്നുള്ള പ്രവചനം നിറവേറ്റതായിരിക്കാം. എന്നാൽ
യൂദായിസ്കര്യത്ത് അത് ചെയ്തില്ലായിരുന്നെങ്കിൽ മറ്റാരെങ്കിലും അത് ചെയ്യുമായിരുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ ചെയ്യുമെന്നാണ് പറഞ്ഞത്. യൂദായിസ്കര്യത്ത് പിശാചിന് ഇടം കൊടുത്തു. അതുകൊണ്ടാണ് വഴുതി വീണത്. തന്റെ അവസ്ഥ മനസ്സിലാക്കി പശ്ചാത്തപിച്ചു. ആ 30 വെള്ളിക്കാശ് എറിഞ്ഞു കളയാനിടയായി. എന്നാൽ അവസാനം പോയി തൂങ്ങി മരിക്കാനിടയായി. ഇന്ന് നീ ഏതവസ്ഥയിലാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വേണമെന്ന് വിചാരിച്ചുകൊണ്ട് മനഃപൂർവ്വമായിട്ട് കർത്താവിനെ അറിഞ്ഞിട്ടും വീണ്ടും പാപത്തിൽ ജീവിച്ച് പിന്മാറ്റത്തിന്റെ അവസ്ഥയിലേക്ക് പോകുന്ന വ്യക്തിയാണെങ്കിലും ഇപ്പോൾ എല്ലാ രീതിയിലും നഷ്ടം സംഭവിച്ചുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി, ഒരു വഴിയുമില്ല, ഇതെൻ്റെ വിധിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനി എനിക്ക് ഒരു ലക്ഷ്യവുമില്ല, എനിക്കിനി മരിച്ചാൽ മാത്രം മതി, എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്ക് യാതൊരു പ്രത്യാശയുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അരുത്, അതിൻ്റെ ആവശ്യമില്ല. വരിക, യേശുവിൻ്റെ അരികിലേക്ക് വരിക. കർത്താവേ, നിനക്കെതിരായിട്ട് ഞാൻ പാപം ചെയ്തിരിക്കുന്നു, നിന്നെ ദുഃഖിപ്പിച്ചു, അറിഞ്ഞുകൊണ്ട് ഞാൻ പാപം ചെയ്തു, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് സകല പാപങ്ങളും ആ കർത്താവിൻ്റെ സന്നിധിയിൽ നീ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയാണെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമായ ദൈവമായിരിക്കുന്നതുകൊണ്ട് നിന്റെ പാപങ്ങളെ അവൻ ക്ഷമിക്കും. പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരുമ്പോൾ നമുക്ക് പശ്ചാത്താപം ഉണ്ടാകും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധിപ്പിക്കുമ്പോൾ നാം ഏറ്റുപറയുകയാണെങ്കിൽ ക്ഷമിക്കപ്പെടും. കർത്താവിൻ്റെ ക്രൂശിനെക്കുറിച്ച് ധ്യാനിക്കുന്ന സമയത്ത് അവൻ്റെ സ്നേഹം എത്ര വലുതാണെന്നും അവൻ്റെ ആ ക്രൂശിലേക്ക് നോക്കുമ്പോൾ അവൻ നിന്നെ ഒരു നാളും കൈവിടില്ല എന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ സന്നിധി വന്ന് പശ്ചാത്താപത്തോടുകൂടി നിന്റെ ജീവിതത്തെ അവങ്കിലേക്ക് സമർപ്പിക്കാം. ദൈവഹിതത്തിന് എതിരായിട്ട് ചെയ്തതായ സകല വിഷയങ്ങളെക്കുറിച്ചും പശ്ചാത്തപിച്ചുകൊണ്ട് ദൈവഹിതപ്രകാരം ദുഃഖിച്ചുകൊണ്ട് മുഴങ്കാലിൽ വീണുകൊണ്ട് കർത്താവിനോട് അപേക്ഷിച്ചാൽ ക്ഷമിക്കപ്പെടും, കരുണ ലഭിക്കും, അനുഗ്രഹിക്കപ്പെടും. അതെ, അവൻ ഒരിക്കൽ നമ്മോട് ക്ഷമിച്ചാൽ നാം ഒരു പുതിയ വ്യക്തിയായി മാറുകയാണ് ചെയ്യുന്നത്. ഒരു വ്യക്തി സ്വർഗത്തിൽ ചെന്നപ്പോൾ അവിടെ വലിയൊരു ബൈബിൾ കാണുവാനിടയായി. അവൻ ആ ബൈബിൾ തുറന്നു നോക്കുവാനിടയായി. അപ്പോൾ അതിൽ ചില പേജുകൾ കാണുന്നില്ലായിരുന്നു. അവൻ ചോദിച്ചു, കർത്താവെ, ഭൂമിയിലുള്ളതായ ബൈബിളും ഈ ബൈബിളും ഒന്ന് തന്നെ ആകുന്നോ എന്ന്. അതേ എന്ന് പറഞ്ഞു. അയ്യോ, അങ്ങനെയാണെങ്കിൽ അബ്രഹാം കള്ളം പറഞ്ഞതായ സംഗതി ഇതിലില്ലല്ലോ, ദാവീദ് വ്യഭിചാരം ചെയ്തതായ കാര്യം ഇതിൽ കാണുന്നില്ലല്ലോ, അതുപോലെ പത്രോസ് നിന്നെ 3 തവണ തള്ളിപ്പറഞ്ഞതായ കാര്യം കാണുന്നില്ലല്ലോ, അങ്ങനെ ഒരുപാട് ക്ഷമ ലഭിച്ചിട്ടുള്ളതായ വിഷയങ്ങൾ ഇവയിലില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനോട് ആ വിഷയത്തെക്കുറിച്ച് ചോദിക്കുവാൻ ഇടയായി. കർത്താവ് അത് കേട്ടിട്ട് അവനോട് ഉത്തരം പറഞ്ഞു, അവയെല്ലാം എന്നാണോ ഞാൻ ക്ഷമിച്ചത് അന്നു തന്നെ ഇവയിൽ നിന്നത് മാഞ്ഞു പോകുവാനിടയായി, തുടച്ചു മാറ്റപ്പെട്ടു. അവയൊന്നും ഞാനിപ്പോൾ ഓർമ്മിക്കുന്നില്ല, അവ എൻ്റെ ദൃഷ്ടിയിൽ ഇല്ല. ആ തെറ്റുകൾ ഞാൻ ക്ഷമിക്കുമ്പോൾ അവനെ പുതിയൊരു വ്യക്തിയായിട്ടാണ് ഞാൻ പിന്നെ കാണുന്നത്, പഴയത് ഞാൻ ഓർമ്മിക്കുകയില്ല എന്ന് പറഞ്ഞു. എത്ര വലിയ ദൈവമാണ്! നിന്റെ ജീവിതത്തിൽ നിന്റെ പാപത്തെക്കുറിച്ച് നീ വീണ്ടും വീണ്ടും ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന വ്യക്തിയായിരിക്കാം. നിന്നോട് ക്ഷമിച്ചതായ കർത്താവ് ഒരിക്കലും പഴയ കാര്യങ്ങളെ ഓർത്തുകൊണ്ട് നിന്നെ ശിക്ഷിക്കുകയോ നിന്നെ വെറുക്കുകയോ നിന്നെ കുറ്റപ്പെടുത്തുകയോ ചെയ്യുകയില്ല. ഇത്ര വലിയ യേശുവിൻ്റെ മുൻപിൽ നിന്റെ ജീവിതത്തെ സമർപ്പിച്ചാൽ, ദൈവഹിതപ്രകാരമുള്ള ഒരു ജീവിതം എനിക്ക് നൽകണമേ, ദൈവഹിതപ്രകാരമുള്ള ഒരു മാനസാന്തരം നൽകണമേ, എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവം ഉണ്ടാകുന്നതിന് വേണ്ടി നിന്റെ പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകണമെന്ന് ചോദിച്ചാൽ കർത്താവ് പരിശുദ്ധാത്മാവിനെ പകരുകയും നീ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി തീരുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഈ സമയത്ത് അങ്ങയുടെ സന്നിധിയിൽ ഒരുമിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ബലപ്പെടുത്തി നിന്റെ ആത്മാവിനെ അവരുടെ ഉള്ളിലേക്ക് പകരണമേ. ലോകപ്രകാരമുള്ളതായ ദുഃഖത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചിട്ട് ദൈവഹിതപ്രകാരമുള്ളതായ വേദന അനുഭവിക്കുവാൻ, ദൈവഹിതപ്രകാരമുള്ള മാനസാന്തരം അനുഭവിക്കുവാൻ, പുതിയ ജീവിതം പ്രാപിച്ച് നിന്റെ സാക്ഷികളായിട്ട് ജീവിക്കുവാൻ ഈ പ്രാർത്ഥനയിൽ ഒരുമിച്ചിരിക്കുന്ന എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ തെറ്റുകൾ തിരിച്ചറിയുമ്പോൾ, അവരുടെ തെറ്റുകളെ മനസ്സിലാക്കി പശ്ചാത്തപിക്കുമ്പോൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിട്ട്, എന്നെ സ്നേഹിക്കുന്ന കർത്താവുണ്ട്, എന്നോട് ക്ഷമിക്കുന്ന ദൈവമുണ്ട്, ഞാൻ ചെയ്ത പാപങ്ങൾ ഒരിക്കലും ഓർമ്മ വയ്ക്കാത്തതായ വലിയൊരു ദൈവം എനിക്കുണ്ടെന്നുള്ള ഉറപ്പോടെ നിന്റെ സന്നിധിയിലേക്ക് വരുവാനായിട്ട് സഹായിക്കണമേ. നിന്റെ ക്ഷമ പ്രാപിച്ച് നിന്റെ സാക്ഷികളായിട്ട് ജീവിക്കുവാൻ എല്ലാ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ. വചനം ഞങ്ങളോട് ഇടപെടുമ്പോൾ ഞങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കി പശ്ചാത്തപിക്കുവാനും മാനസാന്തരപ്പെട്ട് നിനക്ക് കൊള്ളാവുന്നവരായിട്ട് ജീവിക്കാനുള്ളതായ കൃപ
ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകുമാറാകണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് ക്ഷമിക്കുന്നവനാണ്, ആശ്വസിപ്പിക്കുന്നവനാണ്, നഷ്ടമായതെല്ലാം തിരികെ നൽകുന്നവനുമാണ്. ദയവ് ചെയ്ത് നിങ്ങൾ അവനെ ദുഃഖപ്പെടുത്തുന്ന സമയങ്ങളിൽ, അവന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന സമയങ്ങളിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനപ്പെടുത്താതെ, അതിനുശേഷം തന്മൂലമുണ്ടാകുന്ന പരിണിത ഫലങ്ങൾ കാരണം നിങ്ങൾ നിരാശയിലും ഭാരത്തിലുമായി ലോകപ്രകാരമുള്ള ദുഃഖത്തിന് ഇടം കൊടുക്കാതെ, നിങ്ങളുടെ തെറ്റുകളെ നിങ്ങൾ ഗ്രഹിക്കുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറയുവാൻ പരിശുദ്ധാത്മാവിന്റെ സഹായം പ്രാപിക്കുകയും ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ളതായ ദുഃഖം അനുഭവിച്ചുകൊണ്ട് മാനസാന്തരപ്പെടുകയും ചെയ്യുന്നത് എത്രയോ അനുഗ്രഹമാണ്. കർത്താവെ, ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു, അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇന്ന കഷ്ടങ്ങൾ വന്നു, എന്നോട് ക്ഷമിക്കണമേ, എന്നെ വീണ്ടും നിന്റെ പൈതലാക്കി മാറ്റണമേ എന്ന് പറഞ്ഞ് നിന്റെ തെറ്റിനെക്കുറിച്ച് പശ്ചാത്തപിച്ച് ഏറ്റുപറഞ്ഞാൽ കർത്താവ് അത്ഭുതകരമായ ഒരു ആശ്വാസം നിനക്ക് നൽകും. യൂദാ ഇസ്കരിയോത്താവ് തൂങ്ങി മരിക്കുവാനിടയായി. എന്നാൽ പത്രോസ് കർത്താവിന്റെ സന്നിധിയിൽ വന്ന് പശ്ചാത്തപിക്കാനിടയായി. പിന്നെ അവന്റെ കയ്യിൽ ശക്തമായ ആയുധമായി കർത്താവിന്റെ പദ്ധതിക്കനുസരിച്ച് ഉപയോഗിക്കപ്പെട്ടു. അവസാനം രക്തസാക്ഷിയായി. ഈ ദിവസം കർത്താവേ, ആ യൂദാ ഇസ്കരിയോത്താവിനെ പോലെ ഗതികെട്ട ഒരു മരണം എനിക്ക് വേണ്ട, നിന്റെ സാക്ഷിയായിട്ട്, വേണമെങ്കിൽ നിന്റെ രക്തസാക്ഷിയായി തീരുവാനും ഞാൻ ഒരുക്കമാണ്, അതിന് ജീവിക്കുവാൻ എനിക്കുള്ള കൃപ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളെപ്പോഴും ഒരുക്കത്തോടെയായിരിക്കുന്നു. അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ നിങ്ങളും ഭാഗവാക്കാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സംഭാവനയും സഹായം ഓൺലൈനിൽ കൂടിയും DDMO കൂടിയും അതുപോലെ എല്ലാവർക്കും സൗകര്യപ്രദമായിരിക്കുന്ന ഗൂഗിൾ പേയിൽ കൂടിയും ഇപ്പോൾ അയക്കുവാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ സഹായങ്ങൾ വിശ്വസ്തയോടെ അവന്റെ നാമത്തിൽ ഉപയോഗിക്കുന്ന അനേക രീതിയിൽ നിങ്ങൾക്കും പ്രതിഫലം വരുവാൻ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ ഹിതമെങ്കിൽ വീണ്ടും കാണാം. അപ്പോൾ വരെ ദൈവത്തിന്റെ മഹാകൃപ നിങ്ങളോട് കൂടെയുണ്ടായിരിക്കട്ടെ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.